ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും വളരെ വിനീതമായി സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 27 ഫെബ്രുവരി 2026, ഈ വർഷത്തിലെ 58-ാമത്തെ ദിവസം, വലിയ നോയമ്പിലെ 12-ാമത്തെ ദിവസം. ഇന്നത്തെ ധ്യാന വിഷയം വലത് ഭാഗത്തെ കള്ളന്റെ വിനീതമായ അപേക്ഷയും യേശുവിൻ്റെ വിലയേറിയ വാഗ്ദാനവും. വലതു ഭാഗത്തെ കള്ളന്റെ വിനീതമായ അപേക്ഷയും യേശുവിൻ്റെ വിലയേറിയ വാഗ്ദാനവും ആണ് ഇന്നത്തെ ധ്യാന വിഷയം. കാൽവറി ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ പുണ്യസ്ഥലമാണ് എന്ന് നമുക്കേവർക്കും അറിയാം. മനുഷ്യപുത്രൻ ജീവിക്കേണ്ടതിന് ദൈവപുത്രൻ മരണം വരിച്ച ജീവദായകമായ സ്ഥലം, മാലാഖമാർ ആദരപൂർവം ആനന്ദത്തിന്റെ ആരാധന അർപ്പിച്ച സ്ഥലം, മനുഷ്യപുത്രന്മാർ അതിന് പ്രതികരണമായി അപേക്ഷ സമർപ്പിച്ച ആരാധനാ സ്ഥലമാണ്. അസ്വസ്ഥ ഹൃദയങ്ങളുമായി വന്നെത്തുന്നവർ സമാധാനവും ശാന്തിയും കണ്ടെത്തുന്ന പുണ്യ സങ്കേതം ഇതാണ്. ഏതൊരുവനും കടന്നു വരുവാൻ ആഹ്വാനം ചെയ്യുന്ന വിശുദ്ധ സ്ഥലം തന്നെ. അവിടെ നമ്മുടെ ധ്യാനത്തിനായി നമുക്ക് സമയം കണ്ടെത്താം. കഴിഞ്ഞ ധ്യാനത്തിൽ, അതായത് ഇന്നലത്തെ ധ്യാനത്തിൽ, കുരിശിൽ കിടക്കുന്ന യേശുവിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പതിഞ്ഞത്. പ്രത്യേകിച്ചും അവിടുന്ന് തിരുവായി മൊഴിഞ്ഞ ദിവ്യ വചനത്തിലേക്ക്. ഈ ധ്യാനത്തിൽ യേശുവിൻ്റെ ഇരുവശങ്ങളിലുമായി കിടക്കുന്ന രണ്ട് വ്യക്തികളിലേക്ക് നമുക്ക് തിരിയാം. അതിക്രമക്കാർക്ക് വേണ്ടി നിന്നുകൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെട്ടു എന്നുള്ള പ്രവചനം നിവൃത്തിയാകത്തക്കവണ്ണമാണ് രണ്ട് കള്ളന്മാരുടെ മധ്യേ യേശു ക്രൂശിക്കപ്പെട്ടത്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാകും. ഇത് നേരത്തെ തന്നെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞിരിക്കുന്ന പ്രവചനമാണ്. ആ പ്രവചനത്തിൻ്റെ നിവർത്തി ആണ് ഇവിടെ കാൽവറിയിൽ സംഭവിച്ചതെന്ന് നമുക്ക് അറിയാം. ഈ കൊലപാതകികൾ മരണശിക്ഷയും കാത്ത് ജയിലറയിൽ കഴിഞ്ഞവരാണ്. ആ വെള്ളിയാഴ്ച യേശുവിനോട് ഒരുമിച്ച് അവരെയും ക്രൂശിൽ തറക്കുകയായിരുന്നു. അവരിൽ ഒരുവൻ വലത്തുഭാഗത്തെ ആൾ എന്നതിന് തെളിവില്ല. ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട യേശുവിനോട് യാചിക്കുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന്. ക്രൂശുമായി കാൽവറിയിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും അയാളോട് നീ ഇന്ന് ഈ വിധത്തിൽ യേശുവിനോട് യാചിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പരുഷമായ തിരിച്ചടി ഉണ്ടാകുമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ക്രൂശിന്മേൽ വെച്ച് ഈ വിനീത അഭ്യർത്ഥന നടത്താൻ ഇടയായത്? ഒന്നാമത്, അയാൾ യേശുവിനെ ശരിയായി അറിഞ്ഞു എന്നുള്ളതാണ് പരമസത്യം. യേശുവിനെ ശരിയായി മനസ്സിലാക്കുന്നതിനും യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നതിലും തടസ്സങ്ങളായി ഒട്ടുവളരെ കാര്യങ്ങൾ അയാളുടെ മുമ്പിൽ ഉണ്ടായിരുന്നായിരിക്കാം. എന്നാലും അയാൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. ജനത്തിൻ്റെ പ്രധാനികൾ യേശുവിനെ പരിഹസിക്കുകയായിരുന്നു. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്നായിരുന്നു അവരുടെ പരിഹാസോക്തികൾ. എങ്കിലും ഈ മനുഷ്യൻ യേശു യഥാർത്ഥത്തിൽ ദൈവപുത്രനെന്ന് മനസ്സിലാക്കി. നാടുവാഴിയായ പീലാത്തോസ് പരിഹാസദ്യോതകമായി നീ രാജാവോ എന്ന് ചോദിച്ചു. പടയാളികൾ യേശുവിനെ ആക്ഷേപിച്ചു. രാജാവേ, ജയ ജയ എന്ന് പറയുകയായിരുന്നു. എങ്കിലും ഈ കൊലപാതകൻ യേശു രാജാവാകുന്നുവെന്ന് സത്യമായും വിശ്വസിച്ചുവെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരാളുടെ പ്രതാപത്തിലും മഹത്വത്തിലും അയാളുടെ അധികാരവും പദവിയും അംഗീകരിക്കുവാൻ എളുപ്പമാണ്. എന്നാൽ അതിദാരുണമായ ഒരവസ്ഥയിൽ ക്രൂശിൽ കിടന്ന് വേദനപ്പെടുന്ന ഒരാളിൻ്റെ രാജ്യത്വവും മഹത്വവും അംഗീകരിക്കുന്നത് അസാധാരണമായ ഒരു കാര്യം തന്നെ. യേശു രാജാവിൻ്റെ സിംഹാസനം മരക്കുരിശാണ്. തൻ്റെ കിരീടം മുള്ളുകൊണ്ട് മെടഞ്ഞതാണ്. അവിടുത്തെ ചെങ്കോൽ കരങ്ങളിൽ അടിച്ച കൂർത്ത ഇരുമ്പാണികളാകുന്നു. ഭൃത്യഗണങ്ങൾ പരിസേവിച്ചു നിൽക്കുന്നതിന് പകരം രണ്ട് അക്രമികളുടെ നടുവിൽ അവരിൽ ഒരുവനെ പോലെ ക്രൂശിൽ കിടക്കുകയാണ്. എങ്കിലും ഒരു അക്രമി യേശുവിനെ
രാജാവെന്ന് മനസ്സിലാക്കി ആ ഉത്തമ വിശ്വാസം അയാൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. അയാൾ എന്താണ് കണ്ടത്? യെരൂശലേം പുത്രിമാരോട് യേശു പറഞ്ഞ വാക്കുകൾ അവൻ കേട്ടു എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തത്, ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു നടത്തിയ പ്രാർത്ഥനയെ അവൻ കേട്ടു എന്നുള്ളതാണ് സത്യം. മൂന്നാമത്തത്, ആ കള്ളൻ തല തിരിച്ച് യേശുവിനെ നോക്കിയിരിക്കണം. അപ്പോഴാണ് അവന് അവൻ്റെ ശോഭ മനസ്സിലായത്. അവൻ്റെ ഉൾക്കണ്ണുകൊണ്ട് അവൻ യേശുവിനെ കാണുവാൻ സാധിച്ചത്. നാലാമത്തത്, യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ രഹസ്യം അവന് മനസ്സിലായി. ദൈവം തന്നെ അയാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ വിശ്വസിക്കുവാൻ. അടുത്തത്, വിനീതമായ അവൻ്റെ പ്രാർത്ഥന. അതായത് ആ കള്ളൻ്റെ വിനീതമായ പ്രാർത്ഥനയാണ് നാം കേട്ടത്. ഒന്നാമത്, അയാൾ യേശുവിനെ ശരിയായി അറിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തത്, വിനീതമായ അവൻ്റെ പ്രാർത്ഥനയാണ്. ശ്രദ്ധേയമാണ് അയാളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ദൃഢമായ വിശ്വാസത്തിൽ നിന്നും രൂപം പ്രാപിച്ചതാണ്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമെങ്കിൽ എന്നെ ഓർക്കണമേ എന്നല്ല, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഓർക്കണമേ എന്നാണ്. യേശു രാജ്യത്വം പ്രാപിച്ചു സകലത്തിന്മേലും അധികാരമുള്ളവനായി വരുമെന്നതിനെ പറ്റി അയാൾക്ക് ലേശം പോലും സംശയമില്ല. പൂർണ്ണമായ ഉറപ്പാണ്. ദൃഢമായ വിശ്വാസത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന ഒരിക്കലും വിഫലമാകി പോകുകയില്ല. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു എന്ന് ആ കള്ളൻ ആ കാൽവറിയിൽ വെച്ച് മനസ്സിലാക്കി എന്നുള്ളതാണ് സത്യം. രക്ഷ പ്രാപിക്കുവാൻ മനുഷ്യന് ചെയ്യാവുന്നതും ചെയ്യേണ്ടതും ഒന്ന് മാത്രം: വിശ്വാസപൂർവം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ക്രിസ്തീയ സുവിശേഷത്തിൻ്റെയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും അന്തസത്ത ഇത് തന്നെയാണ് എന്ന് നാം മറക്കാതെ ഇരിക്കുക. യേശുവിൻ്റെ വിലയേറിയ വാഗ്ദാനം നാം അപേക്ഷിക്കുന്നതിൽ എത്രയോ അധികമായി നമുക്ക് നൽകുവാൻ ദൈവം ഒരുക്കമാണെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു യേശുവിൻ്റെ മറുപടി. നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും. എന്നെ ഓർക്കണമേ എന്ന് മാത്രമേ അയാൾ അപേക്ഷിച്ചുള്ളൂ. ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാനുള്ള സൗഭാഗ്യമാണ് അയാൾക്ക് വാഗ്ദാനം ചെയ്തത്. വിദൂര ഭാവിയിൽ അത് നൽകാമെന്നല്ല, ഇന്ന് തന്നെ അത് ലഭ്യമാക്കുമെന്നായിരുന്നു യേശുവിൻ്റെ മറുപടി. അനുദപിച്ച അക്രമി നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എന്താണ്? വലതുഭാഗത്തെ കള്ളൻ എന്ന് ഇന്നും നാം വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആ വ്യക്തിയോട് നാം കാണിക്കുന്ന വലിയ അപരാധമാണ് എന്നതിന് സംശയമില്ല. അനുതാപത്തിന്റെ വാതിൽ കൂടി പരദീസയിലേക്കും പുണ്യപദവിയിലേക്കും പ്രവേശിച്ച വ്യക്തിയാണ് അയാൾ. യേശുവിൽ നിന്ന് നേരിട്ട് വാഗ്ദാനം പ്രാപിക്കുന്നതിനും യേശുവിനോടുകൂടെ മരിക്കുന്നതിനും ഇടയായ ഭാഗ്യവാനാണ് ആൾ. അയാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഒരുവന്റെ കഴിഞ്ഞ കാല ജീവിതം എത്ര തന്നെ കരിപുരണ്ടതായാലും അയാൾ നിരാശപ്പെടേണ്ടതില്ല. ഒരുവന്റെ പ്രവൃത്തിയല്ല അവന്റെ രക്ഷയ്ക്ക് ആധാരം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അനുതാപത്തിന്റെ നീർച്ചാലിൽ എല്ലാ കളങ്കങ്ങളും കഴുകി വെണ്മയാക്കപ്പെടും. വിശ്വാസത്തിന്റെ വാതിൽ രക്ഷയിലേക്ക് തുറക്കപ്പെടുകയും ചെയ്യും. ഇതിനുള്ള അടിസ്ഥാനം ദൈവത്തിന്റെ കൃപയാണെന്ന് മാത്രം. എന്തെന്നാൽ വിശ്വാസത്തിലൂടെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് സ്വപ്രവൃത്തിയാലല്ല, ദൈവത്തിന്റെ കൃപയാലത്ര എന്ന് പരിശുദ്ധനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നാം സ്വർഗീയ ഭാഗ്യത്തിലെത്തുമ്പോൾ പറയാവുന്നത്, ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ടത്രേ ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എന്ന് മാത്രമാണ്. ആകയാൽ അനുതാപത്തോടും വിശ്വാസത്തോടും നമുക്ക് യേശുവിനെ നോക്കി വിളിക്കാം. ഈ നോമ്പിൻ്റെ 12-ാമത്തെ ദിവസം നമുക്ക് ഇതിന് ഒരു കാരണമാകത്തക്കവണ്ണം നമുക്ക് ദൈവത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ തൃപ്പാദത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ ഇന്നേ വരെ ചെയ്തു പോയതായ തെറ്റുകളെ എല്ലാം ദൈവമേ ക്ഷമിക്കണമേ, ഇനിയും ഞാൻ ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്ന് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവനെ എപ്പോഴും അവനെ നമ്മൾ ധ്യാനിക്കുകയും അവനിൽ ശരണം പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും രക്ഷ പ്രാപിക്കും എന്നതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകുകയില്ല. വലത്ത് ഭാഗത്തെ കള്ളൻ്റെ വിനീതമായ അപേക്ഷ കേട്ട് യേശു അവന് വിലയേറിയ വാഗ്ദാനം നൽകിയതുപോലെ നമ്മൾ ഓരോരുത്തരും വളരെ വിനീതമായി ആ രക്ഷകന്റെ തൃപാദത്തിലിരുന്നു കൊണ്ട് അപേക്ഷിച്ചാൽ നമ്മുടെ എല്ലാ നല്ല അപേക്ഷകളും അവൻ സ്വീകരിക്കുകയും
നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. അതിനായിട്ട് ഈ വലിയ നോമ്പ് ഒരു തീർത്ഥാടനമായി നമുക്ക് ഇതിനെ കാണാം. ഒരു തീർത്ഥാടനമായി നാം ഇതിനെ കാണുന്നുവെങ്കിൽ ആ ഉയർപ്പ് ദിവസം നമുക്ക് വളരെ വളരെ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ഈ നോമ്പ് അതിനൊരു കാരണമായി തീരട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.